أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر الحمد لله رب العالمين ما شاء الله إنه يعلم الجهر وما يخفى وليسرك لليسرى فذكر الله أكبر الله أكبر السلام عليكم ورحمة الله الله أكبر ولله الحمد. മാന്യ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്യും. നമ്മുടെ കർമ്മങ്ങൾ മാത്രം തുണയായിരിക്കുന്ന ഒരു ലോകത്ത് സർവശക്തനായ അള്ളാഹു നമ്മുടെ സൽപ്രവർത്തനങ്ങൾ സ്വീകരിച്ച് പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം നമ്മൾ ഇന്ന് ഈ പെരുന്നാൾ മുറ്റത്ത് ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ദിനമാണ് പെരുന്നാൾ. ഇതിലേറ്റവും വലിയ ഒരു സന്തോഷമെന്ന് പറയുന്നത് കേരളത്തിലെങ്ങുമുള്ള വിശ്വാസി സമൂഹം ഇന്ന് ഒന്നിച്ച് പെരുന്നാൾ ആഘോഷിക്കുന്നു എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലും ഇന്ന് പെരുന്നാൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഈദുൽ ഫിത്തർ ആശംസകൾ നേരുകയാണ്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. നമ്മൾ ഒരു മാസക്കാലം വ്രതം അനുഷ്ഠിച്ചുകൊണ്ടാണ് ഈ പെരുന്നാളിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ കാലാവസ്ഥയെക്കുറിച്ച് നമുക്കറിയാം. നല്ല ചുട്ടുപൊള്ളുന്ന കൊടിയ ചൂടുള്ള കടുത്ത ദാഹമുള്ള തൊണ്ട വരണ്ടു പോകുന്ന ഒരു കാലാവസ്ഥയിലാണ് നമ്മൾ ഈ നോമ്പ് അനുഷ്ഠിച്ചിട്ടുള്ളത്. ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫല്യസുംഹു എന്നുള്ള അള്ളാഹുവിൻ്റെ ആ കൽപ്പന ഈ മാസത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് വിശ്വാസികളായ ആരെങ്കിലും ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അവർ നോമ്പ് നോൽക്കട്ടെ എന്ന ആ കൽപ്പനയെ അംഗീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ നോമ്പ് അനുഷ്ഠിച്ചിട്ടുള്ളത്. അതിനെ ധിക്കരിക്കുവാനോ ചോദ്യം ചെയ്യുവാനോ നമ്മൾ ആരും തയ്യാറായിട്ടില്ല. മറിച്ച് അല്ലാഹുവേ സമിഅനാ വഅതഅനാ, നിന്റെ ആ നിർദ്ദേശം ഞങ്ങളിതാ കേട്ടിരിക്കുന്നു, അനുസരിക്കുന്നു. ചൂടോ ദാഹമോ അതുപോലുള്ള പ്രശ്നങ്ങളോ ഒന്നും ഞങ്ങൾക്ക് ഒരു പ്രതിസന്ധിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാവരും നോമ്പ് നോറ്റു. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, ഈ റമദാൻ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ സന്തോഷത്തെ പോലെ തന്നെ നമ്മുടെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന ഒരു സംഗതി കൂടിയാണത്.
നോമ്പുമായി നമ്മൾ എത്രമാത്രം ചേർന്ന് നിന്നിട്ടുണ്ടോ, ഈ റമദാനുമായി നമ്മളുടെ മനസ്സ് എത്രമാത്രം ചേർന്ന് നിന്നിട്ടുണ്ടോ, അത്രയും നമ്മുടെ മനസ്സിലുള്ള സങ്കടങ്ങൾ വർദ്ധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നോമ്പുകാലത്ത് ഒരു ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയാൽ, നോമ്പുകാലത്ത് ഖുർആൻ പാരായണം ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെട്ടു പോയാൽ, നോമ്പുകാലത്ത് ഒരു തറാവീഹ് നമസ്കാരം നഷ്ടപ്പെട്ടു പോയാൽ സങ്കടപ്പെടുന്ന ആളുകളാണ് നമ്മളൊക്കെ. കഴിഞ്ഞ നോമ്പിൻ്റെ തുടക്കത്തിൽ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, കുറച്ച് ദിവസമായി നോമ്പിൻ്റെ തുടക്കത്തിൽ പനി ബാധിച്ച് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ അസഹ്യമായ വേദനയോടുകൂടി ഞാൻ വീട്ടിലിരിക്കുകയാണ്. പള്ളിയിൽ നിന്ന് സുബഹി നമസ്കാരത്തിൻ്റെ ബാങ്ക് കേൾക്കുന്നു. അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്നുള്ള ആ വാക്ക് കേട്ടപ്പോൾ യഥാർത്ഥത്തിൽ എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. അല്ലാഹുവേ, ഈ വിശുദ്ധ മാസത്തിൽ എനിക്ക് പള്ളിയിലേക്ക് പോകാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള ആ സങ്കടമാണ് അദ്ദേഹത്തെ വേദനിപ്പിച്ചത്. അങ്ങനെയാണ് നമ്മുടെ മനസ്സുകൾ. അതുകൊണ്ട് എത്രത്തോളം നമ്മൾ ഈ മാസവുമായി അടുത്തു നിന്നിട്ടുണ്ടോ, അത്രയും ഈ സന്ദർഭത്തിൽ നമ്മുടെ മനസ്സ് വേദനിച്ചു കൊണ്ടിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും ഉണർത്തുവാനുള്ളത്, നമ്മൾ ഈ റമദാനിൽ നേടിയെടുത്തിട്ടുള്ള എല്ലാവിധ തഖ്വാബോധവും സൂക്ഷ്മതാബോധവും നമ്മുടെ വരുംകാല ജീവിതത്തിൽ പുലർത്തി ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഇന്ന് വിശ്വാസികളായ എല്ലാ മനുഷ്യരുടെയും ചുണ്ടുകളിൽ നിന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ മുദ്രാവാക്യമാണ്. അത് വെറും ഒരു അധര വ്യായാമമല്ല. നമ്മൾ അറിയേണ്ടതുണ്ട്, അല്ലാഹു അക്ബർ എന്നുള്ള ഈ വചനത്തിൻ്റെ മഹത്വം എത്രയാണ് എന്ന് നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് സമകാലിക സംഭവങ്ങളുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഫലസ്തീനിലെ മണ്ണിൽ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരന്മാർ, സഹോദരിമാർ, അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ച് ഓരോ ദിവസവും നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മക്കളൊക്കെ നമ്മുടെ വീടുകളിൽ ഒരുമിച്ച് കൂടി ഇന്നലെ രാത്രി അവരുടെ കൈത്തണ്ടകൾ പരസ്പരം നീട്ടിക്കൊടുത്ത് അതിൽ മൈലാഞ്ചി അണിഞ്ഞ് ആ മൈലാഞ്ചി ചോപ്പ് കണ്ടുകൊണ്ട് സന്തോഷിച്ച കുടുംബ അന്തരീക്ഷമാണ് നമ്മുടെയൊക്കെ വീടുകൾ. പക്ഷേ അങ്ങകലെ ഫലസ്തീനിലെ മക്കൾ പരസ്പരം കൂടിയിരുന്നു കൊണ്ട് അവരുടെ കൈത്തണ്ടകൾ നീട്ടിക്കൊടുക്കുന്നുണ്ട്. എന്തിനാണെന്നറിയോ? മൈലാഞ്ചി ഇടാനല്ല, അവരുടെ പേരുകൾ ആ കൈത്തണ്ടയിൽ കുറിച്ചു വെക്കുകയാണ്. ഏത് നിമിഷമാണ് തീ തുപ്പുന്ന മിസൈലുകൾ ഞങ്ങളുടെ നേരെ പാഞ്ഞു വന്ന് ഞങ്ങൾ ചിഹ്നം ചിഹ്നമായി ചിതറിപ്പോകുന്നത്, അവിടെ ഇതാരുടെ മയ്യത്താണ് എന്നറിയാൻ വേണ്ടി ആ കൊച്ചു കുഞ്ഞുങ്ങൾ അവരുടെ കൈത്തണ്ടയിൽ അവരുടെ പേരുകൾ എഴുതി വെക്കുകയാണ്. നമ്മൾ ആലോചിക്കണം. അവിടെയുള്ള ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, നിങ്ങൾക്കെല്ലാവർക്കും ഒരു ദിവസം 5 വക്ത് നമസ്കാരമാണ്, പക്ഷേ ഞങ്ങൾക്ക് 6 വക്ത് നമസ്കാരമാണുള്ളത്. അതെന്താണ്? എല്ലാ സമയത്തും ഞങ്ങൾക്കൊരു മയ്യത്തെങ്കിലും നമസ്കരിക്കാനില്ലാത്ത സമയമുണ്ടാവുകയില്ല. ജനാസ നമസ്കാരം എന്ന് പറയുന്നത് മറ്റ് നമസ്കാരങ്ങളെപ്പോലെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ആ പറഞ്ഞതിൻ്റെ താല്പര്യം. നമ്മൾ ചരിത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ട് വിശപ്പിൻ്റെ കാഠിന്യത്തെക്കുറിച്ച്. റസൂലുള്ളയും സഹാബത്തുമൊക്കെ പട്ടിണി കിടന്ന ചരിത്രത്തെക്കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ട്. വയറ്റിൽ കല്ല് വെച്ച് കെട്ടിയിട്ട് പട്ടിണിയെ തരണം ചെയ്ത കഥകൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഫലസ്തീനിൽ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അത്തരത്തിലുള്ളതാണ്. പിഞ്ചുകുട്ടികൾ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിക്കൊണ്ട് വിശപ്പിനെ അതിജയിക്കുന്ന അത്യധികം വേദനാജനകമായ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കും, നമ്മളെ പോലെ തന്നെ അവരും നോമ്പ് നോറ്റിട്ടുണ്ട്.
ഈ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെയുള്ള സമയത്ത് ഏതു സമയത്താണ് മിസൈലുകൾ വന്ന് ഞങ്ങളുടെ ശരീരങ്ങൾ തട്ടിത്തെറിപ്പിക്കുക എന്ന് നിശ്ചയമില്ല. എന്നിട്ട് പോലും കിട്ടാവുന്ന പച്ചവെള്ളം ഉപയോഗിച്ചുകൊണ്ട് ആ സഹോദരന്മാർ, ആ കുഞ്ഞുങ്ങൾ, ആ സ്ത്രീകൾ നോമ്പ് നോറ്റു എന്ന് പറയുന്നത് അള്ളാഹുവിനോടുള്ള അങ്ങേയറ്റത്തെ വിധേയത്വത്തിൻ്റെ, അള്ളാഹു അക്ബർ എന്ന ആ വിശുദ്ധ വചനത്തിൻ്റെ മഹത്വമാണ് എന്ന് നമ്മൾ തിരിച്ചറിയാം. പിഞ്ചു മക്കളുടെ ജനാസകൾ ഇങ്ങനെ വെള്ളത്തുണിയിൽ പൊതിഞ്ഞിട്ട് കയ്യിലേറ്റിക്കൊണ്ടുപോകുന്ന ഉമ്മമാർ, അവരുടെ ചുണ്ടുകളിൽ നിന്ന് വരുന്ന മുദ്രാവാക്യം അള്ളാഹു അക്ബർ എന്നാണ്. അത് വല്ലാത്തൊരു വചനമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്താണ് ഇത്രയും കരുത്തോടുകൂടി മനുഷ്യർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് എന്ന പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് മനുഷ്യർ ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്ന ചരിത്രം നമ്മൾ വായിച്ചു. ഗസയിലെ മനുഷ്യരുടെ കരളുറപ്പ് കണ്ടിട്ട്, അവരുടെ ജീവിതം കണ്ടിട്ട് ഒരുപാട് മനുഷ്യർ അവർ ഉൾക്കൊള്ളുന്ന മതത്തെക്കുറിച്ച് പഠിക്കാൻ തയ്യാറായി എന്നുള്ളതാണ് നമ്മൾ വായിച്ചിട്ടുള്ളത്. അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് വെറുതെ പറയുന്ന ഒരു വചനമല്ല. അത് നമ്മുടെ ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തുവാനുള്ളതാണ്. അത് നമ്മുടെ ജീവിതത്തിൽ ഒരു നിലപാടായി നമ്മൾ സ്വീകരിക്കേണ്ട വചനമാണ്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അതുണ്ടാകും. നമ്മൾ ആലോചിച്ച് നോക്കുക, ഇസ്ലാം ലോകത്തോട് പറഞ്ഞിരിക്കുന്ന ഏത് സംഗതികളാണ് മനുഷ്യന് ദോഷമായിട്ടുള്ളത്, ഏതെല്ലാം കാര്യങ്ങൾ ഇസ്ലാം ലോകത്തോട് നിങ്ങൾക്ക് ഗുണമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ, അതെല്ലാം മനുഷ്യവംശത്തിന് ഗുണമായി മാത്രമേ ഭവിച്ചിട്ടുള്ളൂ. ഏതെല്ലാം കാര്യങ്ങൾ തിന്മകളാണ്, നിങ്ങൾ അതുമായി സമീപിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ, അതെല്ലാം തന്നെ മനുഷ്യന് ഏറ്റവും വലിയ ദുരന്തങ്ങളാണ് വരുത്തി വച്ചിരിക്കുന്നത് എന്ന് വർത്തമാനകാല സംഭവങ്ങൾ സാക്ഷ്യം വഹിക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ പത്രത്തിൽ ഒരു പടമുണ്ടായിരുന്നു. എന്താണത്? MBBS പാസ്സായ ഒരു പെൺകുട്ടിയുടെ സർട്ടിഫിക്കറ്റ് നമ്മുടെ കേരള ഗവർണറിൽ നിന്ന് ഒരു അമ്മ ഏറ്റുവാങ്ങുകയാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ആ അമ്മ ആ സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങുന്നത്. നമുക്കറിയാമല്ലോ, ഒരു കുടുംബത്തിൽ മെഡിസിൻ പാസ്സായ ഒരു കുട്ടിയുണ്ടാകുമ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ കരങ്ങളിൽ വാങ്ങുമ്പോൾ ആ കുടുംബത്തിൻ്റെ ഒരു സന്തോഷം എന്തായിരിക്കുമെന്ന് നമുക്കൊക്കെ അറിയാം. എന്നാൽ അതേ സ്ഥാനത്ത് കണ്ണീർ തൂക്കിക്കൊണ്ടാണ് ആ അമ്മ ആ സർട്ടിഫിക്കറ്റ് തൻ്റെ കൈകളിൽ വാങ്ങുന്നത്. മകൾ വാങ്ങേണ്ട സർട്ടിഫിക്കറ്റ് അമ്മയാണ് വാങ്ങുന്നത്. നമ്മൾ മറന്നുപോയിട്ടില്ല. വന്ദന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി. എന്താണ് അങ്ങനെ സംഭവിച്ചത്? ലഹരിക്കടിപ്പെട്ട ഒരു അധ്യാപക സുഹൃത്ത് കാലിൽ സംഭവിച്ചിരിക്കുന്ന ഒരു മുറി ചികിത്സിക്കാൻ വേണ്ടി ആ ഹോസ്പിറ്റലിലേക്ക് വരികയാണ്, ആ ഡോക്ടർ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക്. ആ പെൺകുട്ടി പെട്ടെന്ന് കിട്ടാവുന്നവരൊക്കെ വിളിച്ചു ചേർത്ത് അദ്ദേഹത്തിൻ്റെ ആ മുറിവ് തുന്നിക്കെട്ടി വളരെ നല്ല നിലക്ക് അയാളെ പരിചരിക്കുകയാണ്. ആ മനുഷ്യൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പിന്നെ എന്താണ് ചെയ്തത്? ആ ഹോസ്പിറ്റലിലെ ഒരു കത്രികയെടുത്ത് ആ പെൺകുട്ടിയെ തുരുതുരാ കുത്തിയിട്ട് ആ പെൺകുട്ടി മരണപ്പെടുന്ന വാർത്തയാണ് നമ്മൾ വായിച്ചത്. ഒരുപാട് ആഴ്ചകളോളം നമ്മൾ പത്രങ്ങളിൽ അതിനെക്കുറിച്ചുള്ള വാർത്തകൾ വായിച്ചു. അത് നമ്മൾ മറന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ സംഭവിച്ച മറ്റൊരു സംഭവം നിങ്ങൾ നോക്കൂ. ഒരു ചെറുപ്പക്കാരൻ അവൻ്റെ വല്യുമ്മയെയും വല്യുപ്പയെയും അടുക്കളയിലെ കത്തിയെടുത്ത് വെട്ടി നുറുക്കിയ കഥ നമ്മൾ വായിച്ചു. വേറെ കുട്ടിയാണ്, മകളുടെ കുട്ടിയാണ്. വൈധവ്യം സംഭവിച്ച ഒരു മകളെ ഒരു ഉപ്പ എങ്ങനെയാണ് വളർത്തുക എന്ന് നമുക്കറിയാം. ആ മകളുടെ മക്കളെ എങ്ങനെയാണ് വളർത്തുക എന്ന് നമുക്കറിയാം. അത്രയും സ്നേഹത്തോടുകൂടി വാത്സല്യത്തോടുകൂടി വളർത്തിക്കൊണ്ടുവന്നിരുന്ന ഒരു മകനാണ് ലഹരിക്ക് പണം ചോദിച്ച് കിട്ടാത്തതിൻ്റെ പേരിൽ അടുക്കളയിൽ ചെന്നൊരു വാക്കത്തിയെടുത്തിട്ട് ആദ്യം വല്യുപ്പയെ വെട്ടി നുറുക്കിയത്. അവസാനം വല്യമ്മയുടെ അടുത്ത് ചെന്ന് ആ കഴുത്ത് വെട്ടിയെടുത്ത് വീട്ടിൻ്റെ സ്റ്റെയർ കേസിൽ കൊണ്ടുപോയി വെച്ചു. നമ്മൾ വായിച്ചതാണ്. ഒരു ചെറുപ്പക്കാരനാണ് ചെയ്തത്, ഒരു മകനാണത് ചെയ്തത്. നമ്മൾ ആലോചിക്കണം. അവിടെയും നിന്നിട്ടില്ല. തൊട്ടടുത്ത ദിവസം നമ്മൾ വായിക്കുന്നത്
ആലുവയിലെ മാർക്കറ്റിൽ നിന്ന് 5 വയസ്സായ ഒരു പിഞ്ചുമോളെ മിഠായി കൊടുത്ത് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. എന്നിട്ട് ആ ഒഴിഞ്ഞ ഭാഗത്ത് കൊണ്ടുപോയി അവൻ്റെ എല്ലാ ആവശ്യങ്ങളും നിർവഹിച്ചതിന് ശേഷം ആ പിഞ്ചുകുഞ്ഞിനെ അരികിൽ കണ്ട കരിങ്കൽ ചീളുകളെടുത്ത് തലക്കടിച്ച് ബോധം കെടുത്തി മൃഗീയമായി കൊലപ്പെടുത്തുകയുണ്ടായി. നിങ്ങൾ ആലോചിക്കുക, ലഹരിയാണ് ആ മനുഷ്യൻ്റെ തലയിൽ, ലഹരിയാണ് ഈ 3 മനുഷ്യരുടെയും തലയിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് കുറേ ആളുകൾ കടന്നു വന്നു ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ. അന്യദേശത്തുള്ള ആളുകളാണ്. റസൂലുള്ളാഹി അവരോട് പല കാര്യങ്ങളും വിശദീകരിച്ചു കൊടുത്തു. കൂട്ടത്തിൽ പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും മദ്യത്തിൻ്റെ പാത്രങ്ങൾ പോലും നിങ്ങൾ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞു. മദ്യത്തിൻ്റെ പാത്രങ്ങൾ പോലും നിങ്ങൾ ഉപയോഗിച്ചു പോകരുത്. ഇതൊക്കെ കേട്ടപ്പോൾ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, റസൂലേ, ഞങ്ങളുടെ നാട്ടിൽ കാലാവസ്ഥയൊക്കെ വളരെ മോശമാണ്, ഇത്തിരിയൊക്കെ ഒന്ന് ഉപയോഗിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പ്രയാസമാണ്. അവരൊക്കെ ഇസ്ലാമിലേക്ക് തുടക്കക്കാരാണ്, കാര്യങ്ങൾ മനസ്സിലാക്കുന്നേ. റസൂലുള്ള പറഞ്ഞു, നിങ്ങൾ ഇന്ന് ഇത്തിരി ഉപയോഗിക്കണമെന്ന് പറയും, പിന്നീട് അതിൻ്റെ അളവുകൾ കൂടും, പിന്നീട് അത് നിങ്ങളെ സിരകളെ ബാധിക്കും. എന്നിട്ട് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ കൈവശമുള്ള ആയുധമെടുത്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സഹോദരൻ്റെ കഴുത്തിൽ നിങ്ങൾ വെട്ടും. അതുകൊണ്ട് കൂടിയാലും കുറഞ്ഞാലും തൊട്ടുപോകരുത് ആ സാധനം എന്ന് റസൂലുള്ളാഹി അവരോട് താക്കീച്ചു. റസൂലുള്ളാഹി പറഞ്ഞത് എത്ര പ്രസക്തമാണ് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഒന്നാമത്തെ മനുഷ്യന് ഹോസ്പിറ്റലിലെ കത്രികയാണ് ആയുധമായി ഉപയോഗിച്ചതെങ്കിൽ, രണ്ടാമത്തെ ചെറുപ്പക്കാരൻ അടുക്കളയിലെ വെട്ടുകത്തിയാണ് ആയുധമായി ഉപയോഗിച്ചതെങ്കിൽ, മൂന്നാമത്തെ ആ സഹോദരൻ തൊട്ടടുത്ത് കണ്ട കരിങ്കൽ ചീളുകളാണ് ആയുധമായി ഉപയോഗിച്ചത്. റസൂൽ പറഞ്ഞ ആ വർത്തമാനം എത്ര പ്രസക്തമാണ് എന്നാലോചിച്ചു. ഈ അടുത്ത റമദാനിൻ്റെ അവസാന രാവുകളിൽ പോലും ഒരു ചെറുപ്പക്കാരൻ തൻ്റെ ഭാര്യയുടെ ഉമ്മയെ, നോമ്പ് നോറ്റ ഒരു സ്ത്രീയെ അതിക്രൂരമായി വെട്ടി നുറുക്കി കഷണങ്ങളാക്കി എന്നുള്ളത് നമ്മൾ പത്രത്തിൽ വായിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്രയോ കാലമായി ഭാര്യയും ഭർത്താവും തമ്മിൽ കലശലായ പിണക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വസ്ഥതയില്ലാത്ത കുടുംബജീവിതം, എന്നും ബഹളവും വഴക്കുമുള്ള വീട്ടിലെ അന്തരീക്ഷം. അത് തടയാൻ വേണ്ടി പോയതാണ് ഒരു ഉമ്മ. ആ ഉമ്മയാണ് വെട്ടേറ്റുകൊണ്ട് പിടഞ്ഞു മരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ അടുത്ത ദിവസം ലഹരി ബാധിച്ചൊരു മനുഷ്യൻ റെയിൽവേയിലെ വണ്ടിയിൽ നിന്ന് ഒരു മനുഷ്യൻ ഒരു ടിടിയെ പുറത്തേക്ക് തള്ളിയിട്ടു, അയാൾ മരിച്ചു. നിങ്ങൾ ആലോചിച്ചു, ഇതൊക്കെ നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താണ് മനുഷ്യന് ബാധിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കും. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞ ആ കാര്യങ്ങൾ മുഴുവനും സമൂഹത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. എത്രയോ കുടുംബങ്ങൾ ഇതിൻ്റെ പേരിൽ കണ്ണീര് കുടിച്ചു കൊണ്ടിരിക്കുകയാണ്. സാധാരണ നമ്മൾ യതീം എന്ന് പറയാറുള്ളത് ബാപ്പയില്ലാത്ത കുട്ടികൾക്കാണ്. പക്ഷേ ബാപ്പയുണ്ടായിട്ടും അനാഥരായി പോകുന്ന മക്കളെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുക. സന്ദർഭത്തിൽ എനിക്ക് പറയുവാനുള്ളത്, ഇസ്ലാം ലോകത്തോട് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും മനുഷ്യൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, അഭിവൃദ്ധിക്ക് വേണ്ടി, പരലോകമോക്ഷത്തിന് വേണ്ടി പറഞ്ഞിരിക്കുന്ന എല്ലാ വിഷയങ്ങളും അവൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്, ഗുണത്തിന് വേണ്ടിയാണ് എന്ന് നമ്മൾ അറിയണം. അതുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള എല്ലാ ദുശീലങ്ങളും നിർത്തിവെച്ചിരിക്കുന്ന ഒരു മാസമാണ് റമദാൻ. ഏതോ സാഹചര്യത്തിൽ, ഏതോ യാത്രയിൽ, ഏതോ ഒരു ഫംഗ്ഷനിൽ, എവിടെയോ വെച്ച് അങ്ങനെയൊക്കെ ഉപയോഗിച്ചു പോയ ആളുകളുണ്ടായിരിക്കാം. പക്ഷേ അതൊക്കെ കൊട്ടിയടച്ചത് നമ്മൾ ഈ മാസത്തിലാണ്. എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും ഇനി ആ വാതിലുകൾ നമ്മൾ തുറക്കാൻ പാടില്ല. ഈ മാസത്തിൽ കൊട്ടിയടിച്ച ആ വാതിലുണ്ടല്ലോ, ആ വാതിൽ ഒരിക്കലും ഇനി തുറക്കരുത്. അത് നമ്മൾ പ്രതിജ്ഞ ചെയ്യാം. ഈ മാസത്തിൽ നമ്മൾ നേടിയെടുത്തിരിക്കുന്ന ആ വിശുദ്ധി നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാലത്തും അത് നിലനിർത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സഹോദരന്മാരെ, നമ്മുടെ ഈ പെരുന്നാൾ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ഓർക്കുന്നത് പോലെ തന്നെ നമ്മുടെ കുടുംബത്തോട് ചേർന്ന് നിൽക്കുവാനുള്ള അവസരങ്ങളാണ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത്
നമ്മൾ നമ്മുടെ കുടുംബവുമായി ഒത്തുചേർന്ന് ജീവിക്കുന്ന അവസരത്തിലാണ്. നമ്മൾ പറഞ്ഞല്ലോ, ഇതുപോലെയൊക്കെ ലഹരി ഉപയോഗിച്ചുകൊണ്ട് എപ്പോഴും വഴക്കുകളും പ്രയാസങ്ങളും പ്രശ്നങ്ങളുമായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾ എത്ര പ്രശ്നങ്ങളാണ് അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നുകൊണ്ട് നമ്മൾ ആലോചിക്കുക, നമ്മുടെ മക്കള്, നമ്മുടെ ജ്യേഷ്ഠാനുജന്മാർ, നമ്മുടെ പെങ്ങന്മാർ, നമ്മുടെ അമ്മാവന്മാർ, നമ്മുടെ എളാപ്പമാർ, അങ്ങനെ തുടങ്ങിയ ആ കുടുംബത്തിലെ ആ സൗഹൃദ വൃന്ദമുണ്ടല്ലോ, അവരുമായി ചേർന്ന് നിൽക്കുക എന്നുള്ളത് ജീവിതത്തിലെ ഏറ്റവും പ്രസക്തമായ കാര്യമാണ്. ഈ അടുത്ത് ഒരു പഠനം നടക്കുകയുണ്ടായി. NDE എന്നാണ് അതിൻ്റെ പേര്, നിയർ ഡെത്ത് എക്സ്പീരിയൻസ്. എന്താണ് പറഞ്ഞത്? ഒരുപാട് മനുഷ്യർ പല ആക്സിഡൻറ്റുകളൊക്കെ സംഭവിച്ച് മരണത്തിൻ്റെ വക്കോളം എത്തിയിട്ട് അതിൽ നിന്ന് തിരിച്ചു വന്ന ആളുകളുണ്ട്. നീ രക്ഷപ്പെടില്ല ഇയാൾ, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചോളൂ, ഞങ്ങൾക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്തിരിക്കുന്നു. മരണം ഉറപ്പിച്ച മനുഷ്യന്മാർ. പക്ഷെ ചിലപ്പോൾ കാണാൻ അയാളിങ്ങനെ ജീവിതത്തിൽ നിന്ന് തിരിച്ചു വരുന്നു. നമ്മൾ തന്നെ അത്ഭുതപ്പെടും. മരിച്ചുപോയി എന്ന് പറഞ്ഞതാണല്ലോ, വെന്റിലേറ്ററിലായിരുന്നല്ലോ അയാൾ, പക്ഷേ അത്ഭുതകരമായി അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. അങ്ങനെ രക്ഷപ്പെട്ട ഒരുപാട് മനുഷ്യർ ഈ ഭൂമിയിലുണ്ട്. അവരെക്കുറിച്ച് പഠിക്കുന്ന ഒരു സംഗതിയാണത്. സൈക്കോളജിസ്റ്റുകൾ, മനഃശാസ്ത്രജ്ഞർ അവരെക്കുറിച്ചൊരു പഠനം നടത്തി. അങ്ങനെ മരണത്തിൻ്റെ വക്കിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ആളുകളുടെ മനസ്സിൻ്റെ അവസാനമായ ആഗ്രഹങ്ങൾ എന്തായിരുന്നു, ഒരു വികാരങ്ങൾ എന്തായിരുന്നു എന്ന് തിരിച്ചറിയാൻ വേണ്ടി കുറേ ആളുകളുമായി അവർ അഭിമുഖം നടത്തി. ആ സമയത്ത് അവരിൽ ഭൂരിഭാഗം ആളുകളും പങ്കുവെച്ചത്, ഞങ്ങൾക്ക് ആ സമയത്തുണ്ടായ വികാരം മരിച്ചു പോവാണല്ലോ എന്നുള്ള ചിന്ത ഞങ്ങൾക്കുണ്ട്, ബേജാറായിരുന്നു. ഇനി ഒരു മനുഷ്യനെയും ഞങ്ങളുടെ ബന്ധുക്കളെ കാണാൻ കഴിയില്ലല്ലോ എന്നുള്ള വല്ലാത്ത അവസ്ഥയിലാണ് ഞങ്ങളുടെ മനസ്സുണ്ടായിരുന്നത്. അവസ്ഥയിൽ ഞങ്ങളൊക്കെ ചിന്തിച്ചത്, ഞങ്ങളുടെ കുടുംബക്കാരുടെ, ബന്ധുക്കളുടെ, വാപ്പയുടെ, ഉമ്മയുടെ, മക്കളുടെ, ഭാര്യയുടെ, ഭർത്താവിൻ്റെ ആ സ്നേഹം കൊടുക്കേണ്ട വിധത്തിൽ കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ എന്നുള്ള സങ്കടമാണ് ഞങ്ങളുടെ മനസ്സിനെ ഏറ്റവും വേദനിപ്പിച്ചത് എന്നാണ്. ആലോചിച്ച് നോക്കുക, മരിച്ചിട്ടില്ല അവർ, പക്ഷേ മരണത്തിന് സമാനമായ ജീവിതത്തിലേക്ക് നീങ്ങിയവരാണ്. ആ മനുഷ്യരാണ് പറയുന്നത്, ഞങ്ങളുടെ അവസാനമായി ഞങ്ങളുടെ മനസ്സിൽ കയറിയിറങ്ങിയ വികാരമെന്ന് പറയുന്നത്, ഞങ്ങളുടെ കുടുംബത്തിന് കൊടുക്കാനുള്ള സ്നേഹങ്ങൾ ഞങ്ങൾ കൊടുത്തില്ലല്ലോ എന്നുള്ള വിഷമമാണ് ഉണ്ടായിരുന്നത്. അവരൊക്കെ ബിസിനസ്സുകാരും ജോലിക്കാരും ഒക്കെ ആയിരുന്നു. അവിടെ എങ്ങാനും 2 മുറി ഷോപ്പ് കച്ചവടം ചെയ്ത് വെച്ചിട്ട് അതുകൂടി സ്വന്തമാക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ബേജാറല്ല ഉണ്ടായിരുന്നത്. ഒരു ഉദ്യോഗസ്ഥനും ഒരു ഇൻക്രിമെൻ്റ് കൂടി വാങ്ങിയിട്ട് എനിക്ക് മരിച്ചാൽ മതിയായിരുന്നു എന്ന് വിചാരിച്ചിട്ടില്ല. എല്ലാവരും പറഞ്ഞത് ഈ വിഷയമാണ്, കുടുംബത്തോടൊപ്പം ഒന്നിച്ചു ചേരാൻ കഴിഞ്ഞില്ലല്ലോ. അത് നമ്മൾ ഏറ്റവും ഗൗരവത്തോടു കൂടി എടുക്കേണ്ട വിഷയം. മരിച്ചവർക്ക് തീർന്നു പോയത് അവരുടെ സമയമാണ്. ജീവിച്ചിരിക്കുന്ന നമുക്ക് ബാക്കിയുള്ളത് നമ്മുടെ സമയമാണ്. അതുകൊണ്ട് നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ആ ബന്ധങ്ങളെ നിലനിർത്താൻ നമുക്ക് സാധിക്കണം. സാരമായ പ്രശ്നങ്ങളുടെ പേരിൽ മാസങ്ങളും വർഷങ്ങളുമായി പരസ്പരം അകന്നു നിൽക്കുന്ന കുടുംബങ്ങളുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തൊരു ടെൻഷനാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 10, 30, 40 വർഷം ഈ പറഞ്ഞ രൂപത്തിൽ മാനസികമായ ടെൻഷനുകൾ അനുഭവിച്ച്, വേദനകൾ അനുഭവിച്ചുകൊണ്ട് വീടുകളിൽ കഴിയാണ്. അതുകൊണ്ട് അത്തരം ബന്ധങ്ങളെ വിളക്കി ചേർക്കുവാനുള്ള ദിവസമായി നമ്മൾ ഈ പെരുന്നാളിനെ ഉപയോഗപ്പെടുത്തണം. ഒരു സലാം കൊണ്ട്, ഒരു സന്ദർശനം കൊണ്ട് തീരാവുന്ന പ്രശ്നങ്ങളായിരിക്കാം. അതുകൊണ്ട് ഇന്നത്തെ ദിവസം അതിനായിരിക്കട്ടെ നമ്മുടെ ഏറ്റവും വലിയ ശ്രദ്ധ എന്നുള്ളത് സൂചിപ്പിക്കുകയാണ്. അതുപോലെ സഹോദരന്മാർ, നമ്മൾ തന്നെ ഈ പെരുന്നാളിൽ നമ്മൾ ആലോചിക്കേണ്ട വിഷയം, നമ്മുടെ പള്ളിയിൽ ഈ പ്രാവശ്യം നമുക്കറിയാം, ഈ ചുട്ടുപൊള്ളുന്ന കാലാവസ്ഥയിൽ നമ്മൾ വളരെ ശീതീകരിച്ച ഒരു അകത്തളത്തിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ നമസ്കാരങ്ങൾ നിർവഹിച്ചത്. അള്ളാഹുവിൻ്റെ വലിയ ഒരു അനുഗ്രഹമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ചു, ഒരു കാലത്ത് പാളം മുറിച്ചിട്ട് അതുകൊണ്ട് വിശറിയുണ്ടാക്കി അതുകൊണ്ട് ചൂടിനെ അകറ്റിയൊരു കാലം നമ്മുടെ മുമ്പിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്.
അവിടെ നിന്നുകൊണ്ട് ഇന്ന് നമ്മുടെ പള്ളിക്കകത്തേക്ക് കയറിയാൽ വളരെ സന്തോഷത്തോടുകൂടി നമസ്കരിക്കുവാനുള്ള ഒരു അവസരം നമുക്ക് ഒരുങ്ങിയിട്ടുണ്ട്. ഇവിടെ സൂചിപ്പിക്കാനുള്ളത് അതിനുവേണ്ടി സഹായം ചെയ്ത ഒരുപാട് സഹോദരന്മാരുണ്ട്. അള്ളാഹു അവർക്കെല്ലാം അതിൻ്റെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിലെ ഒരു ചെറിയ ബാധ്യത ബാക്കി നിൽക്കുകയാണ്. 1 ലക്ഷത്തോളം രൂപ അതിൻ്റെ ഫർണിഷിങ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടി വന്നിട്ടുണ്ട്. അതിനു വേണ്ടിയുള്ള ഒരു കലക്ഷൻ നമ്മുടെ ഇന്നത്തെ ഈദ്ഗാഹിൽ വെച്ച് എടുക്കുന്നു. നിങ്ങളെല്ലാവരും ഒന്ന് ആത്മാർത്ഥമായി സഹകരിക്കുകയാണെങ്കിൽ അത് തീർക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഇന്ന് നമ്മളെടുക്കുന്ന ആ കലക്ഷനിൽ നിങ്ങളെല്ലാവരും അള്ളാഹുവിൻ്റെ ഭവനത്തിന് വേണ്ടിയാണ് എന്നുള്ള ആ ബോധത്തോടുകൂടി അതിൽ പങ്കുചേരണമെന്ന് അപേക്ഷിക്കുകയാണ്. അതുപോലെ ഈ അടുത്ത കാലത്തായി നമ്മുടെ പള്ളിക്ക് വേണ്ടിയും മദ്രസക്ക് വേണ്ടിയൊക്കെ ഒരുപാട് സഹായങ്ങൾ പല സഹോദരന്മാരും ചെയ്തിട്ടുണ്ട്. നമ്മുടെ പള്ളിയിൽ ഒളു ചെയ്യുന്ന സ്ഥലം, സ്ത്രീകൾ ഒളു ചെയ്യുന്ന ആ സ്ഥലം വലിയൊരു സംഖ്യ മുടക്കിയിട്ടാണ് അത് നമ്മൾ റിക്കോർഡ് ചെയ്തിട്ടുള്ളത്. അത് നമ്മുടെ ഈങ്ങാട്ട് ഉമർ സാഹിബിൻ്റെ ഭാര്യ മരിച്ചുപോയ മറിയം സാഹിബയുടെ മക്കളാണ് അത് ചെയ്തിട്ടുള്ളത്. അവരുടെ പരലോക മോക്ഷത്തിന് വേണ്ടിയാണ് അത് അവർ ചിലവഴിച്ചിട്ടുള്ളത്. അള്ളാഹു അത് അവരിൽ നിന്ന് കബൂൽ ചെയ്യുകയും അവർക്കതിൻ്റേതായ പ്രതിഫലം പരലോകത്ത് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ തൊട്ടടുത്ത വീട്ടിലുള്ള ഖദീജ, അടുവാറക്കൽ ഖദീജ എന്ന് പറയുന്ന ഈ അടുത്താണ് മരണപ്പെട്ടത്, നമുക്കറിയാം. ഇവിടെ ഏത് പരിപാടികൾ നടക്കുകയാണെങ്കിലും അതിലൊക്കെ മുമ്പിലുണ്ടായിരുന്ന ഒരു സ്ത്രീയാണ് അവർ. അവർ ജീവിച്ചിരിക്കുന്ന അവസരത്തിൽ തന്നെ പറഞ്ഞു, എൻ്റെ കയ്യിലുള്ള ചെറിയ ആഭരണം അത് ഈ പള്ളിക്കുള്ളതാണ്. അവരുടെ മരണത്തിന് ശേഷം ആ ബന്ധുക്കൾ അതിവിടെ കൊണ്ടുപോയി ഏൽപ്പിച്ചു. സർവശക്തനായ അള്ളാഹു അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അവർക്ക് പുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാവട്ടെ. അവർ ജീവിതകാലത്ത് ചെയ്ത ആ സദക്കയുടെ പുണ്യം അവർക്ക് എന്നും അവർക്ക് ഖബറിൽ ലഭിച്ചു കൊണ്ടിരിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ സഹോദരന്മാർ, ഒരുപാട് ചെറുതും വലുതുമായ സഹായങ്ങൾ, ചെറുതെന്ന് പറയാൻ പാടില്ല, എല്ലാവരും അവരെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ AC-യുടെ വിഷയമൊക്കെ പറഞ്ഞപ്പോൾ ഒരു സഹോദരി തൻ്റെ കയ്യിലുള്ള മോതിരം അഴിച്ചു തന്നു. എൻ്റെ അടുത്ത് പൈസ ഒന്നും തരാനില്ല, ഇതാണ് എനിക്ക് തരാനുള്ളത്. അതൊക്കെ വല്ലാതെ നെഞ്ചോട് ചേർത്ത് ചെയ്യുന്ന ദാനധർമ്മങ്ങളാണ്. അതുപോലെ തന്നെ വേറൊരു സ്ത്രീ ഒരു 500 റുപ്യ കൊണ്ട് തന്നു, പറഞ്ഞു എനിക്കിതാണ് തരാനുള്ളത്. ആ ദാനത്തിൻ്റെ ആ മനസ്സിനെയാണ് നമ്മൾ കാണേണ്ടത്. ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് അവരൊക്കെ അത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവേ, അവരുടെയൊക്കെ മനസ്സിൽ കരുതി വെച്ചിരിക്കുന്ന എല്ലാ ആഗ്രഹങ്ങളും നീ നിറവേറ്റി കൊടുക്കണമേ തമ്പുരാൻ. അതുപോലെ തന്നെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, പണ്ട് കാലത്ത് നമ്മുടെ ഈ സ്ഥാപനങ്ങളൊക്കെ നടന്നിരുന്നത് കോഴിയും കോഴിമുട്ടയും തൂക്കരിയൊക്കെ ഉപയോഗിച്ചിട്ടാണ്. ഇന്നും അതേ പ്രകാരത്തിൽ കോഴിയും കോഴിമുട്ടയും ഒക്കെ പള്ളിയിലേക്ക് കൊണ്ടുവരുന്ന സ്ത്രീകളുണ്ട്. അവരടുത്ത് വേറൊന്നും കൊടുക്കാനില്ല, പക്ഷേ അവർക്ക് ചെയ്യാൻ കഴിയുന്ന ധർമ്മങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെയൊക്കെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, പലതും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു അത്തരത്തിലുള്ള എല്ലാ ആഗ്രഹങ്ങളെയും, സാലിഹായ ആഗ്രഹങ്ങളെയും നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. അവരുടെ മനസ്സിലൊക്കെയുള്ള എല്ലാ സങ്കടങ്ങളും അള്ളാഹു അവർക്ക് തീർത്തു കൊടുക്കുമാറാവട്ടെ. അതുപോലെ തന്നെ സഹോദരന്മാരെ, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ വിട പറഞ്ഞു പോയിട്ടുണ്ട്. നമ്മുടെ അബ്ദുള്ള കുട്ടി സാഹിബ് ഇതുപോലുള്ള ഈ ഈദ്ഗാഹിൻ്റെ സദസ്സിൽ ഇവിടെ എങ്ങാനും ഒരു ചെയറിൽ വെള്ളക്കുപ്പായും തുണിയും എടുത്ത് തലയിൽ കെട്ടുകെട്ടിയിട്ട് ഇരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ രൂപം നമുക്കിപ്പോഴും ഓർമ്മ വരികയാണ്. അല്ലാഹ് ഈ സ്ഥാപനങ്ങൾക്കൊക്കെ വേണ്ടി ചെയ്തിട്ടുള്ള സേവനങ്ങളെക്കുറിച്ച് നമുക്കറിയാം. പടച്ചതമ്പുരാൻ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള എല്ലാ നന്മകളും സ്വീകരിക്കുകയും അതിനർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. അതുപോലെ തന്നെ പുനത്തിൽ പൗനാമ സാഹിബ കഴിഞ്ഞ റമദാനിൽ ഈ പള്ളിയെ സജീവമാക്കിയ ഒരു സ്ത്രീയാണവർ. എഴുത്തിക്കാഫും ഇതുപോലുള്ള കാര്യങ്ങളുമൊക്കെയായി അവരിന്ന് നമ്മുടെ ഈ ഈദ്ഗാഹിലില്ല. അള്ളാഹുവെ, അവരുടെ പരലോകത്ത് അവർ ചെയ്തു വെച്ചിരിക്കുന്ന എല്ലാ നന്മകൾക്കും നീ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണമേ. അതുപോലെ തന്നെ ഉൽപ്പറമ്പിൽ മറിയം സാഹിബ, അതുപോലെ കണ്ടിയിൽ മുഹമ്മദ് കോയ സാഹിബ്, നമ്മുടെ ഇങ്ങനെയുള്ള എല്ലാ വേദികളും നിറഞ്ഞു നിന്നിരുന്നൊരു മനുഷ്യൻ. അള്ളാഹു അവർക്കെല്ലാം മാഴ്ഫുറത്തും മറഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെയൊക്കെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു കൊടുത്ത് മാപ്പാക്കി കൊടുക്കുമാറാവട്ടെ. നമുക്കൊക്കെ ജീവിതത്തിൽ ഒരേ ഒരു ആഗ്രഹമാണുള്ളത്, ഇനിയും ഇതുപോലുള്ള റമദാനുകൾ ജീവിതത്തിൽ അനുഭവിക്കുവാനും ഇതുപോലെ കൂടിയിരിക്കുവാനും ഒക്കെയുള്ള അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അതാണ് നമ്മളിപ്പോൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ഒരുമിച്ച് കൂടിയതുപോലെ
നമ്മുടെ മക്കളും നമ്മുടെ ഭാര്യയും നമ്മുടെ ബാപ്പയും ഉമ്മയും കുടുംബസമേതം ഇതുപോലെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുവാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ റമളാനിൽ ഏതെങ്കിലും നിലക്കുള്ള വീഴ്ചകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ പടച്ചതമ്പുരാൻ അതെല്ലാം നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ജീവിതത്തിലെ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട്. ഈ ഇരിക്കുന്ന ആളുകളിൽ തന്നെ ഒരുപാട് ആളുകൾ അവശത അനുഭവിക്കുന്നവരാണ്, ശാരീരിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ്. ജമാഅത്തിന് പോലും വരാൻ വേണ്ടി പ്രയാസം സഹിക്കുന്ന ആളുകളാണ്. അള്ളാഹു അവർക്കെല്ലാം ശാരീരികമായ ആരോഗ്യം നൽകട്ടെ, മാനസികമായ കരുത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ അള്ളാഹുവെ, കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. പുറത്തിറങ്ങി നടക്കാൻ കഴിയാതെ കിടപ്പാടം പോലും നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് സഹോദരന്മാർ. അള്ളാഹുവെ, അവരുടെ എല്ലാവരുടെയും കടങ്ങൾ തീർക്കുവാനുള്ള വഴികൾ നീ തുറന്നു തരണമേ അള്ളാഹുവെ. ഞങ്ങളുടെ എല്ലാം ജീവിതത്തിൽ അറിയാതെ സാഹചര്യങ്ങൾ കടിപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കി തരണമേ അള്ളാഹുവെ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ബന്ധുജനങ്ങൾ, അള്ളാഹുവെ, അവർക്കെല്ലാം നീ മഅ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഉഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് വയാ ഖാലിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.